കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ പ്രതികാര നടപടി തുടരുകയാണ് വി.സി. മോഹനൻ കുന്നുമ്മൽ. ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്നാണ് വി.സി. ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി സുലേഖ ശശികുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം സുലേഖ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഏത് നിലപാടാണ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട വി.സി. മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ചതെന്ന്, സർവകലാശാലയിൽ പ്രത്യേകിച്ചും. കഴിഞ്ഞ ദിവസം താക്കോൽക്കൂട്ടം കാണാതായതുമായി ബന്ധപ്പെട്ട ലോകത്തെന്നുമില്ലാത്ത ഒരു വിചിത്ര വിശദീകരണം മാത്രമാണ് വി.സിയുടെ ഭാഗത്തുണ്ടായത്. ഇന്ന് വീണ്ടും സിൻഡിക്കേറ്റിനെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ സിൻഡിക്കേറ്റിന് ഫയലുകൾ വിളിച്ചു വരുത്താനോ ജീവനക്കാരെ വിളിച്ചു വരുത്താനോ നിർദ്ദേശങ്ങൾ നൽകാനോ അവകാശമില്ലെന്ന തിട്ടൂരവും കൂടെ പുറത്തിറക്കിയിരിക്കുകയാണ് വി.സി. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വി.സിയുടെ നടപടി, അത് സിൻഡിക്കേറ്റിനെതിരെയുള്ള നടപടികൾ അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ താക്കോൽ കൂട്ടം കാണാതായതുമായി ബന്ധപ്പെട്ട വിചിത്രവാദമാണ് വി.സി നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നോട്ടീസ് വി.സിക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ ഇത്തരത്തിൽ ഈ നോട്ടീസിൽ പറയുന്നത് പ്രകാരം സിൻഡിക്കേറ്റിന് യോഗം ചേരുന്നതിന് മാത്രമാണ് ആ സിൻഡിക്കേറ്റിന്റെ അധികാരം, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു നോട്ടീസിൽ പറയുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചു വരുത്താൻ പാടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യോഗത്തിൽ മാത്രമേ അധികാരം പ്രയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ വി.സിയുടെ അനുമതിയോടുകൂടി തീരുമാനമെടുക്കണം. യോഗത്തിന് പുറത്ത് പുറപ്പെടുവിക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ഈ ഉത്തരവിൽ പറയുന്നു. സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട കാര്യമില്ല എന്നതുകൂടി ഈ നോട്ടീസിൽ പറയുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വി.സിയെ അറിയിക്കണമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വി.സി ആയിട്ടുള്ള താൽക്കാലിക വി.സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ പ്രതികാര നടപടികൾ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ രജിസ്ട്രാറിന് നേരെയായിരുന്നു ഇത്തരത്തിൽ വി.സിയുടെ ഇടപെടലുകൾ നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിനെതിരെയും ഇത്തരത്തിലുള്ളൊരു പ്രതികാര നടപടികൾ തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ താക്കോൽ കൂട്ടം കാണാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിചിത്രവാദങ്ങളൊക്കെ തന്നെയും ഈ താൽക്കാലിക വി.സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിനെതിരെയുള്ള ഒരു നോട്ടീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിനീഷ, സുലേഖ, എന്തിനാണ് ഒരു സിൻഡിക്കേറ്റ് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്ത ആളല്ല വി.സി. മോഹനൻ കുന്നുമ്മൽ. സിൻഡിക്കേറ്റിനെതിരെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ അത് കേരള സർവകലാശാലയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ് വി.സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സർവകലാശാല ചട്ടം എന്താണെന്നോ സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത് വി.സി ആണെന്നോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ അധികാരം എന്താണ്, ഒരു സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ദൈനംദിന ഇടപെടലുകൾ ഏത് രീതിയിലാണ്, സിൻഡിക്കേറ്റിൻ്റെ ഇടപെടലുകൾ എന്നറിയാത്ത ആളല്ല ഈ വി.സി. മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കേരള സർവകലാശാലയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ, വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഓരോ നിലപാടും നയങ്ങളുമാണ്. അതിൻ്റെ ഭാഗമാണ് താൽക്കാലികമായി ചുമതലയിൽ അവർക്കിഷ്ടപ്പെട്ട മിനി കാപ്പനെ താൽക്കാലിക ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു. കെ.എസ്. അനിൽകുമാറിനെ ഒരു തരത്തിലും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിനെതിരെ ജീവനക്കാരെ വിളിച്ചു വരുത്താൻ പാടില്ല, അവരോട് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ള തിട്ടൂരമിറക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഈ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാല ചട്ടങ്ങളൊന്നും അറിയാത്ത ഒരാളല്ല എന്നത് തന്നെയാണ്. നേരത്തെ ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഈ വി.സിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഈ സിൻഡിക്കേറ്റ് നിരന്തരം വൈസ് ചാൻസലറുടെ താൽക്കാലിക വി.സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നിലപാടിനെതിരെ നിരന്തരം രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിനെതിരെ ഇത്തരത്തിൽ വി.സി രംഗത്ത് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചട്ടങ്ങളൊന്നും അറിയാത്ത ഒരു വ്യക്തിയല്ല ഈ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലൊരു ചട്ടങ്ങൾ അറിയാത്തത് കൊണ്ട് വന്നിട്ടുള്ള ഒരു കാര്യമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും
ഈ പ്രതികാര നടപടി അത് ഇന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ തുടങ്ങിയതല്ല. ഈ സർവകലാശാലയിൽ വിഷയം വന്നതോടുകൂടി തന്നെ ശരി സുലേഖ, ഏതായാലും സിൻഡിക്കേറ്റിനെതിരെ വീണ്ടും നടപടി ഘടിപ്പിക്കുകയാണ് കേരള സർവകലാശാല താൽക്കാലിക VC മോഹനൻ കുന്നുമ്മൽ.